പ്രൈസ് ദ ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ. അതേ പ്രിയമുള്ളവരെ, ഇവിടെ തിരുവനന്തപുരം നമ്മൾ പഠിപ്പിക്കുന്നുവല്ലോ, സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്തോത്രം പാടേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം നൽകുന്ന ഒരു കാര്യമാണ്. കാര്യം, ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ പുകഴ്ത്താതിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നും ഉണർന്നെഴുന്നേൽക്കുവാൻ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഉണർന്നെഴുന്നേൽക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നൽകുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സകല നന്മകളും ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച സകല ആരോഗ്യവും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച സകല നന്മകളും, സാമ്പത്തികവും, നല്ല കുടുംബജീവിതവും, നല്ല തലമുറകളും, നല്ല വിദ്യാഭ്യാസവും എല്ലാം ദൈവത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങളാരും ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കരുത്, ദൈവത്തിന് സ്തുതി പാടാതിരിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് അത് കാരണമായി തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്നു മുതൽ നിങ്ങൾ സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തിന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടതകളൊക്കെയും നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുവല്ലോ, പൗലോസും ശീലാസും കൂടെ അവർ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരായിരിക്കുമ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ, അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തപ്പോൾ, അവർ ദൈവത്തിന് സ്തുതിച്ചപ്പോൾ അവരുടെ കാലിലെ ചങ്ങലകൾ അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ആ ദിവസം ആ കാരാഗൃഹത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവർക്ക് മാത്രമല്ല, അവർ മുഖാന്തരം അനേകം പേർ അനുഗ്രഹം പ്രാപിച്ചതുപോലെ, അവരുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറിപ്പോയതുപോലെ, നിങ്ങളെന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദിവസങ്ങൾ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട്, ദൈവത്തെ പാടിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.